ബുന്ദാർ എയർപോർട്ടാണ് കേട്ടോ അവിടെ കാണുന്നത്. പ്ലെയിനൊന്നും ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, ഈ സമയത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഒന്നും കാണുന്നില്ല. അതാണ് എയർപോർട്ട്, കുളു മണാലിയിലെ എയർപോർട്ട്. കണ്ടോ, ഇവിടെ നടുക്കൊരു റിവർ, ആ റിവർ ഒഴുകി പോകുന്ന ഇതുണ്ട്, അതിൻ്റെ അപ്പുറത്താണ് എയർപോർട്ട് വരുന്നത്. എയർപോർട്ടിലൊന്നും പക്ഷേ ആളെയൊന്നും കാണുന്നില്ല, ഒഴിഞ്ഞു കിടക്കുക. ഇങ്ങോട്ടേക്ക് എപ്പോഴും ഒന്നും ഫ്ലൈറ്റ് കാണത്തില്ലല്ലോ. അവിടെ കണ്ടോ ഒരു സ്ഥലത്ത് പുക വരുന്നുണ്ട്, എന്താ പുകയ്ക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് രണ്ട് സ്ഥലത്ത് നമുക്ക് ഇതുപോലെ പുക വരുന്ന പോലെ കാണാം. അപ്പൊ നമ്മളിങ്ങനെ കയറി നമ്മൾ ആദ്യം കസോള് നിൽക്കാന്നുണ്ടായിരുന്നു കേട്ടോ, പിന്നെ നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് മണാലിയിലേക്ക് ഡയറക്റ്റ് പോകും. കസോള് കാരണം അവിടുന്ന് റൈറ്റ് എടുത്ത് അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് മണാലിയിൽ പോയി നിൽക്കാന്ന് വെച്ചിട്ടാണ്. അതാവുമ്പം ഇപ്പൊ നമ്മള് കസോളിലായിരുന്നു റൂം ഒരെണ്ണം നോക്കിയിരുന്നത്. പിന്നെ ഇപ്പൊ നമ്മള് മണാലിയിൽ ഒരു റൂം വിളിച്ച് റെഡിയാക്കി ഒക്കെ ചോദിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇപ്പൊ തന്നെ ഒരു ഇരുട്ടിയ പോലെ രാത്രി ആവാറായി. സമയം 4:30 ആയുള്ളൂ, പക്ഷെ നമ്മുടെ നാട്ടിലൊരു 6 ആയ പോലെ ആയി. അതിനൊക്കെ മുന്നേ എത്തണം നമുക്ക്. 1.5 മണിക്കൂറുണ്ട്. അത് കണ്ടോ, അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പാലത്തിന്റെ അങ്ങോട്ട് പോകുന്നതാണ് കുളു സിറ്റിയിലേക്ക് പോകുന്ന വഴി. നമ്മളിപ്പോൾ നേരെ പോകുന്ന മണാലിയിലേക്ക് നേരെ പോകും. ആ പാലം കയറി അങ്ങോട്ട് പോകുന്ന കുളു സിറ്റിയിലേക്കുള്ള വഴി കണ്ടു. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ റിവർ ഇങ്ങനെ ഒഴുകുക കേട്ടോ. അതായത് ബീസ് റിവറാണ് താഴെ കൂടെ പോകുന്നത്. അപ്പം ഈ റിവറിന്റെ സൈഡിലൊക്കെ കണ്ട ഫുള്ള് ബിൽഡിങ്സാ, വീടും ഫ്ലാറ്റ് പോലത്തെ കടകള്, അങ്ങനെ കുറച്ചൊരു ബിൽഡിങ്സ് ഇങ്ങനെ തിങ്ങി പാർത്ത് ആ ഒരു റിവറിന്റെ തീരത്ത് കണ്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കിടക്കാൻ ചില സ്ഥലത്ത് പാലവും ഉണ്ട് റിവറിന് കുറുകയായിട്ട്. ഡൽഹി ടു മണാലി ബസ്സായി അങ്ങോട്ട് പോയത്. നമ്മളിപ്പോ ഒരു പാലത്തിൽ കൂടിയായിട്ട് കയറുന്നത് കണ്ട. ഈ പാലം നമ്മളിപ്പം വളഞ്ഞ പാലത്തിലേക്ക് കയറി. ഇവിടെ കുറെ അപ്പുറത്ത് കുറെ ബിൽഡിങ്സ് ഒക്കെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. കുറെ പണിയുന്നുണ്ട് കണ്ട. പാലത്തിലേക്ക് നമ്മളിങ്ങനെ വളഞ്ഞു കയറി. ഈ പാലം വഴി നമ്മളിപ്പോ അപ്പുറത്തെ സൈഡിലെത്തി. ശരിക്കും നമ്മളിപ്പോ ആ സൈഡിൽ കൂടെ വളഞ്ഞു വന്ന് ഈ സൈഡിലേക്ക് എത്തി. പിന്നെ ഇനിയിപ്പോ റോഡ് ഈ സൈഡിൽ കൂടെയാ പോകുന്നത്. ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിലായി, ലെഫ്റ്റ് സൈഡിൽ നിന്ന്. പഞ്ചാബ് തൊട്ട് കാണുന്നുണ്ടല്ലേ. ഹോട്ട് എയർ ബലൂണ് റൈറ്റ് സൈഡിലാണ്. ഒരു പച്ച കളറ്, പച്ചയും പിന്നെ കുറെ ചെക്ക് പോലത്തെ കളറ്. കുറച്ച് മുന്നേ മഞ്ഞുമല കണ്ടു കേട്ടോ, 2 ഗോപുരം പോലെ. മഞ്ഞുമല ഇങ്ങനെ പൊങ്ങി കണ്ടായിരുന്നേ. ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ പൊങ്ങി. പിന്നെ ഇവിടെ റാഫ്റ്റിങ്ങിന്റെ കുറെ ബുക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഈ റിവറിലൂടെ. ഇത് കണ്ടോ, ഹോട്ട് എയർ ബലൂൺ അടുത്ത് കണ്ട് ആളിറങ്ങിയതായി
കൊറേ ചെയർ, ചൂരൽ ചെയറൊക്കെ കിട്ടുന്ന കടകള്, ചൂരൽ വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെയുണ്ട്. കണ്ട ഈ ഒരു സംഭവമാണ് നമ്മള് കുറെ നേരമായിട്ട് ഫ്രണ്ടില് വന്നോണ്ടിരിക്കുന്നത്. എല്ലാ വണ്ടികളും ഇങ്ങനെ നിരങ്ങിയാ പൊക്കൊണ്ടിരുന്നത്. ഇവിടെ എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അത് ഇവിടെ 4:45 കേട്ടോ. മിക്ക ഷോപ്പൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് തുടങ്ങി. നമുക്കിത് ഈ കണ്ടോ ഈ ഒരു പോയിന്റിന് മലയുടെ രണ്ട് മല തമ്മിൽ കൂടണ ആ ഒരു പോയിന്റിന് മഞ്ഞുമല കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ക്യാമറയിൽ അത് പിന്നെ ഇവിടെ എല്ലാം ഓറഞ്ച് വലയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്തിരിക്കുവോ കേട്ടോ, നല്ല ഡാർക്ക് ഓറഞ്ച് കളറില്. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ വീട്ടിലും ഉണ്ട്. ഇനി കാണുമ്പോ കാണിച്ചു തരാം. നെറ്റിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കും. നമ്മുടെ നാട്ടിൽ മാങ്ങയും ചക്കയൊക്കെ നിൽക്കുന്നതിന്റെ നമ്മള് റംബൂട്ടാനൊക്കെ നെറ്റിട്ട് വെക്കൂലേ, അതേപോലെ ഇവര് ഫുള്ള് നെറ്റിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെ ഇട്ടിരിക്കുക. ഇനി കാണുമ്പോ വരുമ്പോ കാണിച്ചു തരാം. മഞ്ഞുമല ഈ റോഡിന് നേരെ കാണാൻ കേട്ടോ. നമുക്ക് ഫുള്ള് ഇങ്ങനെ മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു അറ്റം, മഞ്ഞുമലയുടെ ആ കൂർത്ത ഭാഗം നമുക്കിങ്ങനെ കാണാം. വെയിലിപ്പം ഒട്ടുമില്ല. മലയുടെ ഒരു ചെറിയ പോയിന്റില് ഏറ്റവും തുമ്പത്ത് മാത്രം ഇങ്ങനെ നിൽക്കുക. അപ്പം തന്നെ ഫുള്ള് വെയിൽ പോകുമായിരിക്കും. ഇവിടെ വരുന്ന വഴി എല്ലാം റിവർ റാഫ്റ്റിംഗ്, ഹോട്ട് എയർ ബലൂൺ എല്ലാത്തിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ടൗണിലാണ് കേട്ടോ വന്ന് കയറിയത്. ഭയങ്കര തിരക്കായിരുന്നു. കുറെ കടകളും ഇതൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. മറ്റേ സെറ്റർ കടയും അങ്ങനെ കടകളൊക്കെ നിരന്നിരിപ്പുണ്ട്. ഭയങ്കര ബ്ലോക്കാ. കണ്ട ഇവിടെ ഫുള്ള് കടകളാണ്. മറ്റേ സ്വെറ്റർ, അതൊക്കെ പച്ചക്കറി കട, അങ്ങനെ ഒത്തിരി കടകളുണ്ട്. ഭയങ്കര തിരക്കാണ്. വണ്ടിയൊക്കെ നടുക്ക് ചുമ്മാ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടൊക്കെ ഇട്ട് തിരിക്കണം. അങ്ങനെ ഫുള്ള് തിരക്കാക്കും ആൾക്കാരൊക്കെ. കടയുടെ അപ്പുറത്തൊക്കെ ഫുള്ള് കടകളാണ്. എനിക്ക് തന്നെ കടയിലൊക്കെ ആൾക്കാരൊക്കെ വരുന്ന തിരക്കൊക്കെ ആയിരിക്കും. പോലീസാന്ന് തോന്നുന്നില്ല ഉച്ചയുണ്ടാക്കി. കണ്ടോ നല്ല തിരക്ക. ആൾക്കാരൊക്കെ ഇത് നടുക്കൂടെയൊക്കെ ക്രോസ് ചെയ്യുക. പച്ചക്കറി കടയൊക്കെ ഉണ്ട്. ആ വൈറ്റ് കളറിൽ കാണുന്നത് മഞ്ഞാണ്. നല്ല രസമുണ്ട്. നല്ലപോലെ കാണാം നമുക്കിവിടെ. ഇതാന്ന് തോന്നുന്നു നമ്മൾ അവിടുന്ന് കണ്ട മഞ്ഞുമല ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ എൻ്റെ മുകളിലത്തെ പോർഷന് മാത്രമേ മഞ്ഞുള്ളെന്ന് തോന്നുന്നു. കണ്ട മുകളിൽ ഇത്തിരി ഏറ്റവും മുകളിൽ മാത്രം മഞ്ഞ് കാണുന്നത്. ശരിക്കും കാണാം കേട്ടോ.
ധാബ പോലെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. രാത്രി കഴിക്കാനുള്ള ഫുഡ് കൂടെ അങ്ങ് മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് റൈറ്റ് സൈഡിൽ അവിയലെന്നും പറഞ്ഞൊരു കടയും നമ്മൾ കണ്ടു. അപ്പോൾ എവിടെ പോകണമെന്ന്, അവിയലാണെങ്കിൽ ഏതായാലും ഇവിടെ ഒന്ന് കയറി നോക്കാം. വ്യൂ കേട്ടോ, ഭയങ്കര തണുപ്പ്, കിടുങ്ങുന്നു. കണ്ട ഈ നദി ഇങ്ങനെ ഒലിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ട ഫുള്ള് കല്ലുകളാണ് അതിൻ്റെ അകത്ത്. നമ്മളെ അപ്പോൾ ഇവിടെ ഇവരുടെ ലോക്കൽ ഫുഡാണ് സിദ്ധു എന്ന് പറയുന്നത്, ഇവിടുത്തെ ഫേമസ് ഒരു ഫുഡാണ്. അപ്പം അതിവിടെ കയറിയപ്പോൾ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അതൊരെണ്ണം പറഞ്ഞു ഇവിടുന്ന്. ഇനി അവർക്ക് കഴിക്കാൻ അപ്പുറത്തുനിന്ന് എല്ലാം നോക്കണം. നമ്മളെ അപ്പോൾ അവിടുന്ന് ആ സിദ്ധു മാത്രം മേടിച്ചുകൊണ്ട് പോകുന്നത്. ആ പുള്ളി പറഞ്ഞ് മണാലിയിലെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോർത്ത് ഇനി അവിടുന്ന് മേടിക്കാൻ. അത് ഭയങ്കര ബ്ലോക്കാട്ടോ. അങ്ങനെ അങ്ങ് ബ്ലോക്കല്ല, നീങ്ങുന്നുണ്ട്, എന്നാലും സ്ലോയാ. നമ്മളതിൻ്റെ പുറകെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് ഞാൻ കിടുങ്ങിപ്പോയി. ഇതിങ്ങനെ നിരങ്ങി പോകുന്നു. ഫ്രണ്ടിലിങ്ങനെ ബസ്സും ഒക്കെ ഇങ്ങനെ നിരങ്ങി പോകുന്നു കാണാം. നീങ്ങുന്നുണ്ട്, എന്നാലും ഈ റോഡ് ഇത്തിരി പ്രശ്നമാണ്. ഒത്തിരി ഇല്ലെന്ന് തോന്നുന്നു. കുറച്ചിടെ ആക്കിയേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാ. കറിക്കായിരിക്കാം, മറ്റേത് ഗരം. പുള്ളി പറഞ്ഞ് ചൂടോടെ എത്രയും പെട്ടെന്ന് കഴിക്കുന്നോ അതായിരിക്കും ഏറ്റവും നല്ലത്. തണുക്കും തോറും ടേസ്റ്റ് വ്യത്യാസം വരുമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എന്ത് ഫുഡായാലും ചൂടോട് കഴിക്കുമ്പോഴാണല്ലോ. നമ്മളപ്പോൾ റൂമിലെത്തിയായിരുന്നു കേട്ടോ. നമ്മൾ റൂം എടുത്ത് സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങാൻ വന്നതാണ്. ഇവിടെ ആണെങ്കിൽ കിടുങ്ങുന്ന തണുപ്പാണ് കേട്ടോ, നമുക്ക് സഹിക്കാൻ പറ്റണില്ല. ചുണ്ടൊക്കെ മരവിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടെ കിട്ടുമോ എന്ന് നോക്കട്ടെ. നമ്മൾ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ എന്തെങ്കിലും വാങ്ങാമെന്ന്. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റണല്ലോ കേട്ടോ, ചുണ്ടും കൈയൊക്കെ മരവിച്ചിട്ട്. നമ്മളപ്പോൾ റൂമിലെത്തി കേട്ടോ. കാരണം നമ്മൾ ഫുഡ് മേടിക്കാൻ ഇറങ്ങിയപ്പം അവിടെ റൈസ് ഐറ്റംസ് ഒന്നും ഇല്ല. പിന്നെ അവർ പറഞ്ഞ് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റൂമിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് താഴെ. അപ്പോൾ അവിടെ വിളിച്ചപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വാങ്ങാമെന്ന് ഓർത്ത്. അപ്പം നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്ന് ഇവിടുന്നാണ് നമ്മൾ വിളിച്ചു പറഞ്ഞത്. അപ്പം നമ്മുടെ റൂം കാണിച്ചു തരാം. ഇതാ കേട്ടോ റൂം. പിന്നെ നമുക്ക് ഒരു ഡോറ് തുറക്കുമ്പോൾ നമുക്ക് റിവറിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പം പക്ഷെ ഇപ്പം റിവറൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. സൗണ്ട് നല്ലപോലെ കേൾക്കാം, റിവറിൻ്റെ ഇരപ്പ് ഇങ്ങനെ കേൾക്കാൻ നമുക്ക്. കണ്ടോ, അവിടെ ഇങ്ങനെ റിവർ ഒഴുകി വരുന്നത് നമുക്ക് കാണാം. അതിലേക്കൂടെ ഇങ്ങനെ ഒഴുകി ഭയങ്കര സൗണ്ടാണ്. നമുക്ക് രാവിലെ കാണിച്ചു തരാം കേട്ടോ റിവറൊക്കെ. നമ്മൾ സത്യത്തിൽ കിടുങ്ങും, അത്രയ്ക്ക് തണുപ്പാണ്. വിറച്ചിട്ട് വായിന്നൊക്കെ പുക വരുന്നുണ്ട്, നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഫുഡ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഫ്രഷ് ആവാം. അപ്പോൾ കയറി കുളിച്ചിട്ടൊക്കെ ഫുഡ് കഴിക്കണം, എന്നിട്ടൊന്ന് കിടന്നുറങ്ങണം. ഇനിയിപ്പോൾ നാളെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി നമുക്ക്. കാരണം ഇവിടുന്ന് നമ്മളിനി അടൽ ടണലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടൽ ടണൽ 1 hour ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ എഴുന്നേറ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റൊക്കെ പോയാൽ മതി. അപ്പോഴേ ഇവിടെ ഇപ്പം 4 ഡിഗ്രി ആട്ടോ തണുപ്പ്. അപ്പം ഞങ്ങൾ വന്നു, കഴിച്ചു, ഫുഡൊക്കെ വന്നായിരുന്നു, കഴിച്ച്. അപ്പം ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എടുത്ത വീഡിയോ എല്ലാം കോപ്പിയൊക്കെ ആക്കി വെക്കണം, എന്നിട്ട് കിടക്കുക. രാവിലെ ഈ വ്യൂ എണീറ്റ് നോക്കാം, നല്ല രസമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.